ഗൈസ്, ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പി മുറിച്ചിട്ട് ഇങ്ങനത്തെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കുപ്പി. നമുക്കതിൻ്റെ ചുറ്റുഭാഗം A4 ഒട്ടിച്ചെടുക്കണം. രണ്ട് A4 എടുത്തിട്ടുണ്ട്. ഒന്നവിടെ ഉണ്ട്. ഒന്ന് നമ്മളിതാ കറക്റ്റിന് ഈ താഴ്ഭാഗം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിയുള്ള ഭാഗം മുകൾക്കായിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ശ്രദ്ധിച്ച് ചുറ്റിയെടുക്കണം. എങ്കിൽ ചാടും, നമ്മളുടെ കുപ്പി ചാടും. ഇതാ നമ്മൾ ഈ കുപ്പിൻ്റെ ചുറ്റോരം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗം നമുക്ക് പശ കൊണ്ട് മുട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഭാഗം കുറച്ച് കിടക്കുന്നുണ്ട്, താഴ് ഭാഗം കുറച്ച് കിടക്കുന്നുണ്ട്. വെച്ചാൽ നമ്മൾ അങ്ങോട്ട് താത്തിയിട്ടാണ് വെച്ചിരുന്നത്, കുറച്ച് ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തു. ഇനി അത് മുകൾ ഭാഗം നമുക്ക് മെല്ലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി കൊടുത്തു. ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തു. അപ്പോൾ ഇതാ ഇതിൻ്റെ സൈസിന് അങ്ങനെ മടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗത്ത് നമ്മൾ വട്ടത്തിലാക്കി ഒട്ടിച്ചല്ല ചെയ്യാം. അതിന് പകരം ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ ചുറ്റി മടക്കി വെക്കുക. അതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്മേൽ കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം. ഞാൻ ഇവിടെ യെല്ലോ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ ഒന്ന് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് അതിന്മേൽ ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞ യെല്ലോ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ. ഇവിടെ ഇങ്ങനെ നടന്നാൽ രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അതാ നമ്മൾ കളർ പേപ്പറിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇത് വെട്ടിയെടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കവറാവണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, കവറാണെങ്കിൽ ഇത് ഫുള്ളിങ്ങനെ നീളത്തിൽ വെട്ടിയെടുക്കണം. ഈ ഭാഗം നമുക്ക് വേണ്ട, ഈ ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഈ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മൾ മുകളിൽ മാത്രം പശ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ഇങ്ങനെ വളയാതെ ഒട്ടിച്ചു കൊടുക്കണം. അതാ ഇവിടെ ഇങ്ങനെ ആക്കിയിരിക്കണം. ഇത് നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അടിയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി അത് നല്ല ചേൽക്ക് നല്ല വൃത്തിക്ക് ഇങ്ങനെ മടക്കാം. ഈ ഭാഗവും നല്ല വൃത്തിയിൽ
മടക്കാം. ഈ രണ്ട് സൈഡ് ഇങ്ങനെ മടക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി കിട്ടി. ഇനി ഇതോടെ നിൽക്കണമെങ്കിൽ പശ വെക്കണം. പശ വെച്ചു, ഒട്ടിച്ചു. ഇവിടെയും പശ വെച്ച് ഒട്ടിച്ചു. ഇത് പോരാതെക്കാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പശ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ യെല്ലോ തന്നെ എടുത്തിട്ട് കാണില്ല എന്താ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഭാഗമൊക്കെ നമുക്ക് നന്നായി ഒട്ടിച്ചെടുക്കാം. ബേക്കാരും നോക്കൂലല്ലോ. ഇങ്ങനെ ആക്കി. ഇപ്പോൾ കാണാൻ ചെറിയ രസമുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുള്ളി പശ ഇങ്ങനെ ഉള്ളിൽ കറക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ ഒട്ടി. ഇങ്ങനെ എല്ലായിടത്തൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ പശാക്കി കൊടുക്കാം. ഇങ്ങനെ തേക്കുമ്പോൾ പശ തേക്കുമ്പോഴേ ഈ കളർ പേപ്പർ ആകുമ്പോൾ കളർ അളകൂലേ, അത് ശ്രദ്ധിക്കാം. കളർ അളക്കുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ആ ഭാഗം റെഡിയായി. എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്ലവർ പോട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാ അപ്പം അങ്ങനെയായി. ഇതാ നമുക്ക് റെഡ് വേണം. റെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കാണില്ല. ഇവിടെ തുണിച്ചിട്ട് കുറച്ച് സ്ഥലം മാത്രം ഈ റെഡ് ഞാൻ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തം വണ്ടിയിൽ നമുക്ക് ഉറപ്പായി. ചെറുതായിട്ടൊന്ന് അടയാളിട്ടിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെയായി. നമുക്ക് ഇത്ര വേണ്ടല്ലേ. നമുക്ക് ഈ ഭാഗം ഒന്ന് വെട്ടി കയറാം. നമ്മൾ ഈ അളവ് എടുത്തിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യണ്ടേ. നമ്മൾ ഇത്ര നീളത്തിലുള്ള ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇവിടെ ഒട്ടിച്ചെടുക്കണം.
അത് പൊട്ടിച്ചുള്ള തുമ്പ് ഭാഗത്ത് പശാക്കി തേച്ച് ഇങ്ങനെ ചുറ്റി 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 കൊടുന്ന് ഇനി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തും ഒന്ന് പശാക്കി കൊടുക്കാം. അപ്പോൾ അതാ റെഡ് കളർ പേപ്പറും ഒട്ടിച്ചെടുത്ത് റെഡിയായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അടി കൂടെ ഒക്കെ ഇത്തിരി പശാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം കണക്ക് പശ ഉണ്ടോ, ആ പശ ഉണങ്ങുമ്പോൾ ശരിയാവും. ഒന്ന് നമ്മൾ കജ്ജ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കാം. ഇതാ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ വെള്ള, ഇവിടെ മഞ്ഞ, ഇവിടെ റെഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ചെറിയ പരിപാടി കൂടി ഉണ്ട് ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പോഞ്ച് ഇറക്കി വെക്കണം. അപ്പോൾ നമുക്കിതാ ഒന്ന് ഉണങ്ങാൻ വേണ്ടി റെസ്റ്റ് വെക്കാം. ഓറഞ്ച് അല്ല കേട്ടോ, റെഡാണ് കളർ. റെഡ് കളറും യെല്ലോ കളറും വൈറ്റുമാണ്. ഉള്ളിലിതാ കാണാലോ കുപ്പി കാണാലോ. ഞങ്ങൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമുക്ക് പഞ്ഞി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പഞ്ഞി നമുക്കിതിൽ വെച്ചുകൊടുക്കാം. നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നിറഞ്ഞ് നിൽക്കാൻ പറ്റുള്ളതുണ്ട്. ഇപ്പം ഫ്ലവർ പോട്ടുണ്ട്. നമുക്ക് എന്ത് ഫ്ലവർ ആണെങ്കിലും, ഉണ്ടാക്കിയ ഫ്ലവർ ആണെങ്കിലും ഇതിൽ വെക്കാം കേട്ടോ.